ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് ഇന്ന് 14 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുമാണ് ഇന്ന് പത്രിക സമർപ്പിച്ച മുന്നണി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെ VVIP സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി 3-ാം തീയതി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ആദ്യ ദിവസം വിവിധ മണ്ഡലങ്ങളിലായി 14 പേരാണ് സംസ്ഥാനത്ത് പത്രിക സമർപ്പിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 4 പേരും കൊല്ലത്ത് 3 പേരും കാസർഗോഡ് 2 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മാവേലിക്കര, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഓരോരുത്തരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഓരോരുത്തർ അപൂർണമായ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പത്രിക സമർപ്പിച്ചവരിൽ പ്രമുഖർ കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയും കാസർഗോഡത്തെ NDA സ്ഥാനാർത്ഥിയുമാണ്. 28-ാം തീയതി മുതൽ ഉണ്ടെങ്കിലും 28-ാം തീയതി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. മോദിജിയുടെ ഗ്യാരണ്ടിയാണ്, അശ്വിനിയുടെ ഉറപ്പാണ്. എവിടെ പോയെങ്കിൽ നല്ല സ്വീകരണമുണ്ട്, നല്ല ആത്മവിശ്വാസത്തോടെ അവരും ഉണ്ട്, ഞാനും ഉണ്ട്. ഫുൾ പോസിറ്റീവ് മൂഡിൽ പോയിക്കൊണ്ടുണ്ട്, നല്ല എനർജറ്റിക് ആയിട്ട് ഉണ്ട്. രാഹുൽ ഗാന്ധി അടുത്ത മാസം 3-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തും. ഏപ്രിൽ 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികളിൽ അവധിയായതിനാൽ പത്രിക സമർപ്പിക്കാൻ 5 ദിവസമാകും ലഭിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.